നമസ്കാരം പ്രിയമുള്ളവരെ. അഴിമതിയൊക്കെ ചെയ്യുമെങ്കിലും അത് പുറത്തറിയുന്നത് ഒരു നാണക്കേട് ഉള്ളതുകൊണ്ട് പിൻവലിക്കുന്ന ഒരു വിഭാഗമാണ് ഈ UDFകാരും കോൺഗ്രസ്സുകാരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെ കൊണ്ട് ഈ അഴിമതികളെല്ലാം ചെയ്യിക്കുന്ന ആരാന്ന് വെച്ചാൽ CPMകാർ തന്നെയാണ്. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പല തസ്തികകളും ഭരണതലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന CPM ആണ്. നമുക്കറിയാം, VS അച്യുതാനന്ദനെ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് 2-3 വണ്ടിയുടെ അകമ്പടിയോട് യാത്ര ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പദവി കൊടുത്തിരുന്നു നേരത്തെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ. അതിനി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന UDFകാരും അത് അനുവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതും ഉണ്ടാക്കി വെക്കും, പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. അത് UDFകാർ ചെയ്യുമ്പോൾ അത് അഴിമതിയാണെന്ന് പറയും. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ അളിയൻ്റെ പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് വിവാദം കത്തി നിൽക്കുകയാണ്. ചാനലുകാരൊക്കെ ചർച്ച ചെയ്തു. അന്ന് ഇവരാരും ചർച്ച ചെയ്യാതെ പോയൊരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ മന്ത്രി 2016 വരെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ആവണം അത്, കാരണം അവരിലാണല്ലോ ഈ മലിനീകരണം കൊണ്ടുണ്ടാകാവുന്ന ദോഷവശങ്ങൾ കൃത്യമായി അറിയേണ്ടതും പഠിക്കേണ്ടതും അതിന് പരിഹാരം കാണേണ്ട ആൾ എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. പക്ഷേ 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്ന് ആ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വകുപ്പ് എടുത്ത് തൻ്റെ കയ്യിലേക്ക് വെച്ചു. ഈ തൻ്റെ കയ്യിലേക്ക് വെക്കുക മാത്രമല്ല, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനായ നവീനെയാണ്. അപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കെതിരെ വരുന്ന അന്യായങ്ങൾ ഒത്തുതീർക്കാനും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോടതിയിൽ വരുന്ന സമയത്ത് അവരെയൊക്കെ അനുകൂലമായ രീതിയിൽ കോടതിയിൽ നിലപാടെടുക്കുക എന്നുള്ളതായിരുന്നു ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് പിന്നീടാണ് പുറത്തു വരും. ഇതൊക്കെ അറിയാവുന്നവരായിരുന്നു അന്നത്തെ കോൺഗ്രസ്സുകാർ. അവന്മാർ അതൊന്നും അന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഇതൊക്കെ വരാൻ കാരണം മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ അതിൻ്റെ MDയുടെ മകളെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്തു. അതിനുശേഷം അയാളുടെ മകനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വരും മണിക്കൂറുകൾക്കുള്ളിൽ വീണ വിജയൻ EDയുടെ മുമ്പിൽ എത്തുമെന്നും അവർ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വീണ വിജയന് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നവീൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ അവിടെ വെച്ചു കൊടുക്കുകയും ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ കീഴിലുള്ള ഒരു അഡീഷണൽ സെക്രട്ടറി വെച്ചു കൊടുത്തുകൊണ്ട് IASകാരന് കൂടി കാശും അടിച്ചു മാറ്റാനും അഴിമതി നടത്താനും അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ ശശിധരൻ കർത്തായിക്ക് വേണ്ടി 2016 ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ മന്ത്രിസ്ഥാനം വകുപ്പ് താൻ ഏറ്റെടുക്കുന്നതോടെ ചെയ്തത്. അപ്പോൾ മോഷ്ടിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അയാൾ ചെയ്തു വെച്ചിട്ടാണ് ഈ പണികളെല്ലാം ചെയ്തത്. ചുമ്മാതല്ല മോക്ക് 5 ലക്ഷവും അച്ഛന് 3 ലക്ഷവും വെച്ചൊക്കെ മോഡ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തത്. ഈ പമ്പര വിഡ്ഢികൾ വിചാരിച്ചത് പണം എവിടുന്നെങ്കിലും വന്നാൽ അത് എടുത്തതിന് ശേഷം അതിന് സൂപ്പർ ടാക്സും അടച്ചു കഴിഞ്ഞാൽ അത് വൈറ്റ് മണി ആവുമെന്ന് വിചാരിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ പണത്തിലേറിയ പങ്കും കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തിയെന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. വിദേശത്തുള്ള ചില ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഡിവോഴ്സായ ഭർത്താവും ഇവരും കൂടി ചേർന്ന് ഒരു ജോയിൻ്റ് കറണ്ട് അക്കൗണ്ട് കമ്പനിയുടെ പേരിലെടുക്കുന്നു. അയാളുമായിട്ടുള്ള ബന്ധം 2017 ഇവർ തങ്ങളുടെ ബന്ധത്തിൽ ചർച്ചയില്ലാതെ വരുന്നു. അങ്ങനെ അവർ കേസിന് പോകുന്നു. ആ സമയത്തും ഡിവോഴ്സ് നടന്നതിന് ശേഷവും ഈ അക്കൗണ്ട് ഇവർ രണ്ടുപേരും കൂടി ഓപ്പറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനകത്തും ദുരൂഹതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭർത്താവ് അതിൽ ഒപ്പിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ കൃത്യമായ രീതിയിൽ അന്വേഷിക്കണമെങ്കിൽ EDക്ക് പുറമേ CBI ഈ കേസ് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അതിനകത്തൊരു സംശയം വേണ്ട. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ വിജിലൻസ് വകുപ്പും കൈകാര്യം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും പരസ്പര പൂരകങ്ങളായി നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ പിണറായി വിജയനെയും മകളെയും സംരക്ഷിച്ചില്ലെങ്കിൽ, അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നില്ല എങ്കിൽ, കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഇവർ രണ്ടുപേരും വരും കാലങ്ങളിൽ കേരളത്തിലെ ജയിലുകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ജയിലിൽ കിടക്കുന്നുള്ള ഒരു സംശയമില്ല. നിങ്ങൾ അടിവരയിട്ട് വിചാരിച്ചോളൂ. ഈ 2 പേരും കൃത്യമായ രീതിയിൽ, അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായ രീതിയിൽ കണ്ണടയ്ക്കാതെ സഹായിക്കാതെ പിണറായി വിജയനും മകൾക്കും കേരളത്തിൽ അല്ലെങ്കിൽ ജയിലിന് പുറത്ത് ജീവിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ശ്രീമാൻ രമേശ് ചെന്നിത്തല വന്ധ്യവയോധികനായ രാഷ്ട്രീയക്കാരനാണല്ലോ, അദ്ദേഹത്തിൻ്റെ മകളാണല്ലോ വീണ, ചെറുപ്പം തൊട്ട് എനിക്കറിയാവുന്ന കൊച്ചാണല്ലോ, അല്ലെ കുട്ടിയാണല്ലോ, അതുകൊണ്ട് അവളുടെ ഭാവി എങ്ങനെയെങ്കിലും ആകത്തില്ലേ, അവൾക്കൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്നൊക്കെ വിചാരിച്ച് രക്ഷിച്ചില്ല എങ്കിൽ, ശരിയായ അന്വേഷണം നടത്താൻ തയ്യാറായാൽ, ഞാൻ ഉദ്ദേശിച്ച രക്ഷ
ശരിയായ അന്വേഷണം നടത്താൻ നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തിക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് മറ്റൊരു ഏജൻസി, കേരളത്തിന് പുറത്തുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ പിണറായി വിജയനും കിടക്കും, മകളും കിടക്കും. പക്ഷേ CBI ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം CBI ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അവരുമായി ഒരു ഒത്തുതീർപ്പ് ധാരണയിലെത്തിക്കൊണ്ട് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ബലമായി വിശ്വസിക്കുന്നു, ഞാൻ ബലമായി പറയുന്നു, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി സഹായിച്ചാൽ മാത്രമേ പിണറായി വിജയനും മകൾക്കും കേരളത്തിൽ ജയിലിന് പുറത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് സാഹചര്യം. അത്രമാത്രം അഴിമതി പണവുമാണ് അവരുടെ ദേഹം മൊത്തം ഉൾക്കുന്നത്. ആ ശരീരം മുഴുവൻ സംസ്ഥാനത്തിന്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ എത്തിയെങ്കിൽ അയാൾ അനുഭവിച്ചിട്ടുള്ള മുഴുവൻ സുഖഭോഗങ്ങളും നമ്മുടെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ലിഫ്റ്റ് വേണ്ട, കയറി ഇറങ്ങാൻ ഒന്നാമത്തെ നിലയിൽ പാൻ ലിഫ്റ്റ് വേണ്ട, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ലിഫ്റ്റ് വേണ്ട, മൂത്രമൊഴിക്കാൻ ലിഫ്റ്റ് വേണ്ട, നടക്കുന്ന സമയത്ത് പിടിക്കാൻ 4 പേരെ വേണ്ട, വായിക്കാൻ കണ്ണാടി വേണ്ട. എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു മനുഷ്യനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം സുഖഭോഗങ്ങളും അഹങ്കാരവും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ദൂർത്തനായ ദുഷ്ടനായ ഒരു മുൻ ഭരണാധികാരിയെ ജനം ഹിറ്റ്ലർ എന്ന് വിളിക്കുകയും ഭാവിയിൽ കല്ലെറിയുകയും ചെയ്താൽ ആരും അവരെ കുറ്റം പറയാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിചാരിച്ചാൽ പിണറായി വിജയനെയും മകളെയും രക്ഷിക്കാനും സാധിക്കും. ശരിയായി വിചാരിച്ച് സംസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ട് വിചാരിച്ചാൽ, ആ ചിന്തയിൽ വരുന്നെങ്കിൽ ഇവരെ ജയിലിലടയ്ക്കാൻ സാധിക്കും. നന്ദി.